ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നാജിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ഉണ്ടെങ്കിൽ ഷാനുമായിട്ട് ഒന്നിച്ച് പോകാൻ തന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതിനു മുമ്പ് ഉണ്ടെങ്കിൽ പോലീസൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഒത്തുധാരണയാക്കി പിന്നെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള രീതിയിലായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ സ്വഭാവം തന്നെയാണ്, ഒരിക്കലും മാറുന്നൊന്നുമില്ല. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് കണക്ക് മദ്യപാനമൊക്കെ മാറുന്നതായിരിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോഴൊക്കെ ശരിയായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ താനുണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ ഷാന് 40 വയസ്സൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും നാൾ മാറാത്ത ഒരാളുണ്ടെങ്കിൽ ഇനി എങ്ങനെയാണ് മാറുന്നത്? തനിക്കുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. താനുണ്ടെങ്കിൽ തൻ്റെ മക്കളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകാൻ തയ്യാറാണ്. ഇനി ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിടാൻ വേണ്ടി തയ്യാറാണ്. അതുകൊണ്ട് തന്നെ അതേ കണക്ക് തന്നെ ഷാനും തയ്യാറാവണമെന്നുള്ള രീതിയിലായിരുന്നു ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങളുടെ രണ്ടുപേരും വലിയ തുടക്കം ഇട്ടത്, പിന്നെന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ നാജിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ലായിരുന്നു. എന്തായിരുന്നാലും ശരി, ഇനി ഷാനുമായിട്ട് ഒന്നിച്ച് പോകാൻ പറ്റത്തില്ല. ആരെന്ത് പറഞ്ഞാലും തനിക്ക് അതേ പറ്റി പ്രശ്നമൊന്നുമില്ല. എന്തായിരുന്നാലും ഇപ്പം എങ്ങനെയാണോ ജീവിക്കുന്നത് അതേ കണക്ക് തന്നെ പോകാനാണ് താല്പര്യം എന്നായിരുന്നു നാജില പറഞ്ഞിട്ടുണ്ടായിരുന്നത്.